എന്നെ ഞെട്ടിച്ചൊരു കാഴ്ച, ഈ കഴിഞ്ഞ മാസം നമ്മുടെ എറണാകുളത്ത് കടമന്ത്രയിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ അയ്യോ ബാ ഇരിക്കി പറയണ്ടേ കാനഡക്ക് പോകാൻ, കാനഡ UK പോകാനുള്ള ആളുകളുടെ പിള്ളേരുടെ മീറ്റിംഗ്. എപ്പോ നിന്ന് വലിക്കാതെ കാര്യം പറ. 7200 പേരായിരുന്നു കാനഡയിലേക്ക് പോകുന്നു പഠിക്കാൻ. ഞാൻ എന്നേക്കുമായി ഇവിടെ പറയുക. അവർ പഠിക്കാനെന്ന് പറഞ്ഞാ പോകുന്നത്. ആ പോയവരാരും തിരിച്ചു വരില്ല പിന്നെങ്ങാട്. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഇവൻ ഇവിടെ പറയുകയാണ് കോടീശ്വരനാകാൻ, സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ തൊഴിലില്ലാത്തതിന്റെ പേരിലാണ് നമ്മുടെ പിള്ളേരൊക്കെ നാട് വിട്ട് പോവുകയാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ, അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിക്ക്, അല്ല ഒരു നേഴ്സിന്, വിദ്യാർത്ഥി നേഴ്സിന് 20,000-30,000 രൂപയാണ് കൊടുത്ത ഏറ്റവും കൂടുതൽ ടോപ്പാണ്. ടോപ്പ് ഉള്ള കടം വീട്ടാൻ തന്നെ ഈ പണി പോരാ. ഇതിനിടയ്ക്ക് യവന്മാർക്ക് എവിടുന്ന് ശമ്പളം എടുത്ത് കൊടുക്കും ഞാൻ? 12 മണിക്കൂറിലും ജോലി ചെയ്തിട്ട് ആ പാവങ്ങൾ കിട്ടുന്നത് വെറും 20,000-30,000 രൂപയാണ്. നിങ്ങളൊക്കെ ഈ എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ പോലും പൈസ കൊടുക്കാറില്ല. ഒന്ന് കടല് കടന്നാൽ കിട്ടുന്നത് 2.5 ലക്ഷം രൂപ അവർക്ക്. ആരിവിടെ നിൽക്കും? ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ, പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്. ഈ പഠിപ്പുള്ളവനൊക്കെ UK-യിലും ഗൾഫിലും അമേരിക്കയിലും പോയിട്ട് ഇവിടെ കുറച്ച് വേസ്റ്റ് മാത്രം ബാക്കിയാവും. എന്തിനാ മനുഷ്യ പറഞ്ഞാ മനസ്സിലാകുന്നവരോട് ഇതൊക്കെ പറഞ്ഞാ കൊള്ളാം. അവരുടെ തലച്ചോറ്, അവരുടെ കായിക ശേഷിയൊക്കെ നമ്മുടെ നാടിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കേരളത്തിൽ ഒരു നല്ല ജോലി കിട്ടാനില്ല. അത് ശരി, താമസിപ്പിച്ചാൽ മാത്രം പോരാ, ജോലിയും കൊടുക്കണം. നല്ല വിദ്യാഭ്യാസവും ഇല്ല. വിദ്യാഭ്യാസം വേണമെങ്കിൽ തന്നെ പൈസ കൂടുതൽ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഏറ്റവും ചെറിയൊരു ഉദാഹരണം, അധികം വലിച്ചിട്ട സമയമില്ല, ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. എങ്കിലും ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്റെ മനസ്സിനൊരു വിഷമം വരും. യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ബുദ്ധി വളരേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഏകദേശം 10 ലക്ഷം പേരാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ഉള്ളത്. ഇതിൽ PSC വഴി കയറി എത്ര പേരുണ്ട്? ഏകദേശം 1,85,000 പേരുള്ളൂ PSC ടെസ്റ്റ് എഴുതി പാസ്സായവർ. കുത്തും ആലോചിക്കണം, ആ വോട്ടേ കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ബാക്കി ഉള്ള ഏകദേശം 3 ലക്ഷം ആളുകള് മാനേജ്മെന്റ് വഴി ഒക്കെ വന്ന ആളുകളാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. പിന്നുള്ള 5 ലക്ഷം പേര് പുറം വാതിൽ വന്ന് കയറിയ ആളുകളാണ്. അയാൾ പറയട്ടെ, പറഞ്ഞോട്ടെ. അപ്പൊ 10 ലക്ഷത്തിൽ 1 ലക്ഷം ആളുകൾ മാത്രമേ PSC വഴി ഇവിടെ ജോലിക്ക് കയറിയിട്ടുള്ളൂ. കാര്യം അങ്ങോട്ടല്ല സ്രാങ്കേ, അവനിക്കറിയാ അങ്ങാട്ടി ചെന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി രസപ്പെടാ. അപ്പൊ പഠിച്ചവന് ജോലിയില്ലെന്ന അവസ്ഥ. ഈ പാവങ്ങൾ പഠിക്കുന്നു. അപ്പൊ ഈ സ്വജനപക്ഷപാതവും സ്വന്തം ആളുകളെ കുത്തിത്തിരിക്കുന്നു. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ? ഞാൻ ഒരു പാർട്ടിയല്ല, എല്ലാ പാർട്ടിയും കണക്ക് തന്നെയാണ്. അല്ലാണ്ട് ഒരു പ്രത്യേക പാർട്ടി പ്രത്യേക സമയത്തൊന്നും ചെയ്യുന്നതല്ല. അവരവർക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. പറയാൻ എനിക്ക് അർഹതയില്ല, എന്നാലും എന്നെ രക്ഷിക്കാൻ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലേ ഞാൻ പോട്ടെ.